ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ആദ്യം വേർഡ്സ് പറഞ്ഞു തരാം. നോക്കൂ, ഐ ഹാവ് ഗ്രേറ്റ് പ്ലഷർ. ഒന്നിച്ചെഴുതണം. ഐ ഹാവ് ഗ്രേറ്റ് പ്ലഷർ. ഐ ഹാവിന് വി എഴുതി, ഗർഹൗഡ് ഗ്രേറ്റിന്, പ്ലഷർ ഷറല്ലേ, പഠിച്ചു, ഗ്രാമലോ ആണ് പ്ലഷർ. ഐ ഹാവ് ഗ്രേറ്റ് പ്ലഷർ. അടുത്തത് കംപ്ലീറ്റിംഗ്. കംപ്ലീറ്റിംഗ് എന്ന് പറയുമ്പോൾ കണ്ടോട്ട് പെൽഹാവ്ഡ് ഡോട്ടിങ്. ബിഗിനിങ്ങിലും എൻഡിലും ഡോട്ടുണ്ട്. കംപ്ലീറ്റിംഗ്. നോക്കിയ ഡിസീസസ്, ഡി സർക്ലസ് സ്ട്രോക്ക് സർക്ലസ്, ഡിസീസസ്. ട്രെയിനിങ്, ടെറ് എൻ ഹുക്ക് ഇങ്. ഇൻസ്റ്റിറ്റ്യൂഷൻ, എൻ സർക്ലസ് ടി ഷൻ ഹുക്ക്. മീഡിയൽ എസ് ടി വരുമ്പോൾ ടി ഒമിറ്റ് ചെയ്യാമെന്ന് പഠിച്ചില്ല, അതിൻ്റെ ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സഫറിങ് സർക്ലസ്, ഫെറ് ഇങ് സർക്ലസ്, സഫറിങ്സ്. അടുത്തത് പ്രോംപ്റ്റ്, പെർഹാവ്ഡ് പ്രോംപ്റ്റ് പെർ എംഹാവ്ഡ്, പ്രോംപ്റ്റ്. ജങ്ചർ, ജെ എങ് ടെറ്. ഓക്കെ. ഡ്രിങ്കിങ് വാട്ടർ, അത് എളുപ്പം എഴുതാൻ വേണ്ടി ഒരു അഡ്വാൻസ്ഡ് ഔട്ട്ലൈനാണ്, അല്ലാതെ ഇത് കറക്റ്റ് ഔട്ട്ലൈനല്ല, സ്പീഡ് എഴുതുമ്പോൾ എഴുതാൻ വേണ്ടി. ഡെറ് ഡോട്ടിങ് എഴുതണം, അപ്പോൾ ഡ്രിങ്കിങ് ആകും. പിന്നെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വാട്ടർ എഴുതിയേക്കുക, വാട്ടർ ഉണ്ടോ. ഇല്ലെങ്കിൽ ഡെറ് ഇങ് കെ ഇങ് ഡ്രിങ്കിങ്, പിന്നെ വേറ്റർ വാട്ടർ, അത്രയും നീളത്തിൽ എഴുതണ്ടേ, അത് വേണ്ട. ഡെറിങ് ഡോട്ടിങ് എഴുതിയിട്ട് വാട്ടറിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുക. ഐ തിങ്ക് ഇറ്റ് ഈസ് നെസസറി. ഐ തിങ്ക് ഇറ്റ് ഈസ് നെസസറിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ടി ഈസ് എ സർക്കിൾ റേ അബവ് ദി ലൈൻ എഴുതിയാൽ ഇറ്റ് ഈസ് നെസസറി ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് നെസസറി ഉണ്ടോ, ഐ തിങ്ക് ഇറ്റ് ഈസ് നെസസറി, ഇങ്ങനെ എഴുതിയാൽ മതി. യു ഹാവ് എഴുതുമ്പോൾ യു എഴുതിയിട്ട് ഹാവ് ഉണ്ടോ, ഹാവിന് വേണ്ടി വി ഹുക്ക് എഴുതി. ഇത് എളുപ്പം എഴുതാൻ വേണ്ടിയാണ് യു ഹാവ്. അല്ലെങ്കിൽ ഒന്നിച്ചെഴുതാൻ പറ്റില്ല, രണ്ടായിട്ട് എഴുതാൻ പറ്റുള്ളൂ. യു വേറെ ഹാവ് വേറെ എഴുതണം. ഇപ്പം ഇങ്ങനെ എഴുതിയാൽ യു ഹാവ്. യു ഹാവ് ബീൻ, വിച്ച് യു ഹാവ് ഉണ്ടോ, വിച്ച് യു ഹാവ് ഉണ്ടോ. ഡിസ്ചാർജിങ്, ഡി സർക്ലസ് ജെ, ഡിസ്ചാർജിങ് ഇങ് ഡോട്ടിങ് എഴുതണം, ഡി സർക്ലസ് ജെ ഡോട്ടിങ്. പേരൻസ്, പി റേഹാവ്ഡ് എൻസൈഡ് സർക്ലസ്, പേരൻസ്. കൺവീൻസ്, കണ്ടോട്ട് വി എൻ സർക്ലസ്. ഇവിടെ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി, നമ്മളിത് ടെക്സ്റ്റിൽ ഉള്ളതാണ് കേട്ടോ ഈ വേർഡ്സൊക്കെ. ബി സർക്ലസ് ഡൗൺ വേർഡർ, ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി ഡിസ്ജോയിൻറ്റ് ബി. ബെസ്റ്റ് ഓഫ് അവർ എബിലിറ്റി ആണെങ്കിൽ ബി സർക്ലസ് റേ എഴുതിയിട്ട് ഡിസ്ജോയിൻറ്റ് ബി, ബെസ്റ്റ് ഓഫ് അവർ എബിലിറ്റി. കോപ്പറേഷൻ, കെ പി റേഷൻ ഹുക്കാണ് ഔട്ട്ലൈൻ. എന്നാൽ സ്പീഡ് എഴുതുമ്പോൾ അഡ്വാൻസ്ഡ് ഔട്ട്ലൈനായിട്ട് കെ ഡബിൾഡ് ഷൻ ഹുക്ക് എഴുതാം. കോപ്പറേഷൻ. കോപ്പറേറ്റീവ് ആണ്, കെ ഡബിൾഡ് വി ഹുക്ക് എഴുതിയാൽ മതി. അബവ് ദി ലൈൻ എഴുതണം കേട്ടോ, അബവ് ദി ലൈൻ. പ്രോപ്പർലി, പെർ എല്. ലേൺഡ്, എല് റേഹാവ്ഡ് ആൻഡ് ഹുക്ക്, ലേൺഡ്. അഡൽട്ട്, ഡി എൽഹാവ്ഡ്, അഡൽട്ട്. ലിറ്ററേറ്റ്, എല് ടെർഹാവ്ഡ്, ലിറ്ററേറ്റ്. ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ എൽ ടെർഹാവ്ഡ്, ലിറ്ററേറ്റ്. നോക്കൂ, പ്രിവെൻറ്റഡ്, പെർ വി ഹുക്ക് എൻ ടി ഹാവ്ഡ്, പ്രിവെൻറ്റഡ്. പ്രിവെൻ്റ് ആണെങ്കിൽ പെർ വി ഹുക്ക് എൻ ഹാവ്ഡ്. ഇനി ഞാൻ രണ്ടാമത്തെ സ്പീഡിൻ്റെയും പറഞ്ഞുതരാം. രണ്ടാമത്തെ സ്പീഡ് നമുക്ക് അറ്റ് ദി ഔട്ട്സെറ്റ്, അറ്റ് ടിക്ക് ദി ടി സർക്ലസ് ടി ഔട്ട്സെറ്റിന്. ഐ വുഡ് ലൈക്ക്, ഐ വേഹാവ്ഡ് കെ എഴുതിയാൽ ഐ വുഡ് ലൈക്ക് ആവും, എളുപ്പം എഴുതാം ഐ വുഡ് ലൈക്ക് എന്ന്. പ്രോബ്ലം, പെർ ബെള്ളം, അബവ് ദി ലൈൻ പെർ എം എഴുതിയാലും പ്രോബ്ലം ഒന്ന് വായിക്കാം കേട്ടോ. അത് സ്പീഡ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ പ്രോബ്ലം ഒന്ന് എഴുതിയാൽ പോരല്ലോ, തിരിച്ച് വായിക്കണ്ടേ, അപ്പം വായിക്കാൻ ബുദ്ധിമുട്ടാകും. പ്രാക്ടീസ് ചെയ്താതെ പെർ എം എഴുതിയാൽ അതെന്തുവാണെന്ന് സംശയമാകും. പിന്നെ ദാറ്റ് ദി ഗവൺമെൻറ്, ദാറ്റ് ദി എഴുതിയിട്ട് ഡിസ്റ്റോയിൻ്റ് ചെയ്ത് ഗേ എഴുതിയാൽ മതി, ദാറ്റ് ദി ഗവൺമെൻറ്. സബ്സിഡി, സർക്ലസ് ബി സർക്ലസ് ഡി. സബ്സിഡൈസ്ഡ് ആണെങ്കിൽ സർക്ലസ് ബി സർക്ലസ് ഡി സ്റ്റീലൂപ്പ്. ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ, ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ അത് കോൺട്രാക്ഷനാണ്. കോൺട്രാക്ഷൻ അല്ല, അഡ്വാൻസ്ഡ് ഫ്രേസോഗ്രാഫിയാണ്. ടി കെ സർക്ലസ് ഡർഷൻ ഹുക്ക്. റൂറൽ, റേ എല്,
urban, downward R B N hook. Large number of, large above the line എഴുതുക, J above the line എഴുതുക, large number through the line, ബെറ് through the line കണ്ടോ, ഇവിടെ എഫ് ഹുക്ക് ഇവിടെ ഇട്ടാൽ ലാർജ് നമ്പർ ഓഫ്. യൂട്ടിലൈസ്ഡ് ATLST ലൂപ്പ്. ആർട്ടിക്കിൾസ് റേഹൗഡ് കെൽ സർക്ലസ്, ആർട്ടിക്കിൾസ് റേഹൗഡ് കെൽ സർക്ലസ്. കാർഡ്സ്, കാർഡ്സ് നോക്കിക്കേ, K downward R howd thickened circles, cards. As soon as possible, circle N circles B circles. Advanced phraseography ആണ്. അതേപോലെ so far as, so far circles, so എഴുതിയിട്ട് ഫർ സർക്ലസ്. as far as ആണെങ്കിൽ സർക്ലസ് F downward R സർക്ലസ്. as far as. അടുത്തത് drought, drought, ഡർ ഹൗഡ് ഔട്ട് ഇഷ്ടം, drought. ഐഡൻറ്റിഫൈഡ് I D ഹൗഡ് എൻ ഹുക്ക് F ഹൗഡ്. ഐഡൻറ്റിഫൈഡ് ആണെങ്കിൽ I D ഹൗഡ് എൻ ഹുക്ക് F എഴുതാം. ഐഡൻറ്റിഫിക്കേഷനാണ് I D ഹൗഡ് എൻ ഹുക്ക് F ഷൻ ഹുക്ക്. ഇങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ. ഓൺ അക്കൗണ്ട് ഓഫ്, ഓൺ എഴുതിയിട്ട് K ഹൗഡ് എൻ ഹുക്ക് എഴുതി ഓഫും കൂടി ചേർത്ത് എഴുതണം. ഓൺ അക്കൗണ്ട് ഓഫ്. സിസ്റ്റം സർക്ലസ് സ്ട്രോക്കസ് ഹൗഡ് എം. ഇൻട്രൊഡ്യൂസ്ഡ് NDD ലൂപ്പ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് M സർക്ലസ് ഇമ്പ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വൺസ് അഗൈൻ വേ സർക്ലസ് ഗെയിൻ, വൺസ് അഗൈൻ കണ്ടോ. ഇത്ര മതി. ഇനി ഇത് 2 സ്പീഡ് ഞാൻ വായിക്കാം, പിന്നെ വേറൊരു സ്പീഡും വായിക്കാം. അത് കഴിഞ്ഞ് ഇത് വായിച്ച് കഴിഞ്ഞ് ഔട്ട്ലൈൻ പറഞ്ഞുതരാം കേട്ടോ. 3ാമത്തെ സ്പീഡിൻ്റെ മിഡ്സ്റ്റ്, മിഡ്സ്റ്റ് M ഹൗഡ് തിക്കൻഡ് സ്റ്റീ ലൂപ്പ്. മിഡ്സ്റ്റ്. ഇനാഗുറേറ്റ് N G റേ ഹൗഡ്, ഇനാഗുറേറ്റ്. കോൺഫറൻസ് കണ്ടോട്ട് F റേ ഇൻസൈഡ് സർക്ലസ്, കോൺഫറൻസ്. ഏൻഷ്യൻ്റ് N അപ്വേർഡിഷ് ഹൗഡ് N ഹുക്ക്, ഏൻഷ്യൻ്റ്. കമ്മ്യൂണിറ്റി കണ്ടോട്ട് N T. എഡ്യൂക്കേഷണൽ DK ഷൻ ഹുക്ക് L. മോൾഡഡ് M L D ഹൗഡ്, M L D ഹൗഡ്. അടുത്തത് മോൾഡ് ആണെങ്കിലോ M ഡൗൺവേർഡ് L ഹൗഡ് തിക്കൻ്റെ എഴുതിയ മോൾഡ്. പാറ്റേൺ P ഹൗഡ് റേൻ ഹുക്ക്, ഇത് പറഞ്ഞു തന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. P ഹൗഡ് റേൻ ഹുക്ക്. സ്റ്റേബിൾ സർക്ലസ് T ബെൾ. ഐഡിയോളജി IDLJ, ഐഡിയോളജി. ഫണ്ടമെൻ്റൽ F ഹൗഡ് എൻ ഹുക്ക്, ഡിസ്ജോയിൻ്റ് M ഹൗഡ് എൻ ഹുക്ക്. ആസ് എ റിസൾട്ട് സർക്ലസ് റേ സർക്ലസ് L ഹൗഡ്, ആസ് എ റിസൾട്ട്. എലക്ഷൻ ഡൗൺവേർഡ് L K ഷൻ ഹുക്ക്. റൂളിംഗ് പാർട്ടി റേ എല്ലിങ് ഇൻ്റർസെക്റ്റ് ചെയ്ത് പാർട്ടി കണ്ടോ, P ഇൻ്റർസെക്റ്റ് ചെയ്താൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെയെല്ലാം വരുമ്പോൾ P ഇൻ്റർസെക്റ്റ് ചെയ്ത് എഴുതുന്നത്. എൻറ്റയർലി N ഹൗഡ് ഡൗൺവേർഡ് R L, എൻറ്റയർ എഴുതുന്ന N ഹൗഡ് ഡൗൺവേർഡ് R. എൻ്റർ ആണെങ്കിൽ N ഡബിൾഡ് എഴുതാം. അപ്പോൾ എൻറ്റയർലി N ഹൗഡ് ഡൗൺവേർഡ് R L. സിറ്റുവേഷൻ സർക്ലസ് T ഇഷ് N ഹുക്ക്. ബേസിക്കലി B സർക്ലസ് K L. സക്സഷൻ, സക്സഷൻ സർക്ലസ് K സർക്ലസ് ബാക്ക്വേർഡ് ഷൻ ഹുക്ക്. പൊളിറ്റിക്കലി പെൾ ഹൗഡ് കള്ള്, പൊളിറ്റിക്കലി. പൊളിറ്റിക്കൽ പെൾ ഹൗഡ് കൾ. പൊളിറ്റിക്കലി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അവിടെ ഒരു തേർഡ് പ്ലേസ് പോലും കൊടുക്കാം. ഇൻവോൾവ്ഡ് NVLV ഹൗഡ്, ഇൻവോൾവ്ഡ്. ഇംപ്ലിമെൻറ്റഡ്, ഇംപ്ലിമെൻറ്റഡ് M പെള്ള MNT ഹൗഡ്. ഇത്ര എഴുതണം. അതിൽ എളുപ്പം എഴുതാൻ പറ്റുന്ന M ഇൻ്റർസെക്റ്റ് പെൾ T ഹൗഡ് എഴുതിയ ഇംപ്ലിമെൻറ്റഡ് ആവും. ഇംപ്ലിമെൻറ്റേഷനാണ് M പെൾ ഇൻ്റർസെക്റ്റ് പെൾ ഷൻ ഹുക്ക് എഴുതിയ ഇത് ഇംപ്ലിമെൻറ്റേഷൻ. ഇംപ്ലിമെൻറ്റേഷൻ കണ്ടോ, ഇംപ്ലിമെൻറ്റേഷൻ. അടുത്തത് റിസോഴ്സസ് റേസ് സർക്കിൾ, റേ സർക്ലസ് റേസ് സർക്കിൾ. റിസോഴ്സസ്. മെൽറ്റിംഗ് M L ഹൗഡ് ഇങ്, മെൽറ്റിംഗ്.
നാഷണൽ ഗവൺമെൻറ്, നാഷണൽ എഴുതി ടെൻഷൻ ഹുക്കെല്ലാണ് നാഷണൽ, അതിനെ ഇൻ്റർസെക്റ്റ് ഗേ എഴുതിയാൽ നാഷണൽ ഗവൺമെൻറ്റായി. കമ്മിറ്റി കണ്ടോട്ട് ടി, കമ്മിറ്റീസ് കണ്ടോട്ട് ടി സർക്ലസ്. ആസ് അലോങ്, ഓൾ അലോങ്, ഓള് എഴുതിയിട്ട് ഡൗൺവേഡൽ ഇങ്, അലോങ് ഡൗൺവേഡൽ ഇങ് ആണ്. ഡീക്കേഡ്സ്, ഡി കെ ഡി സർക്ലസ്, ഡീക്കേഡ്സ്. മെയിൻലി, എം എൻ എൽ. സ്ട്രക്ചർ, സ്റ്റർ കെ ഡബിൾഡ്. കണ്ടൻസ് കണ്ടോട്ട് ടി ഹാവ്ഡ് ഇൻസൈഡ് സർക്ലസ്, കണ്ടൻസ്. കറണ്ട് കെ റേ ഹാവ്ഡ് എൻ ഹുക്ക്. സെറ്റിൽഡ് സർക്ലസ് ടെൽ ഹാവ്ഡ്, സർക്ലസ് ടെൽ ഹാവ്ഡ്, സെറ്റിൽഡ്. അതുപോലെ സിസ്റ്റം സർക്ലസ് സ്ട്രോക്കസ് ഹാവ്ഡ് എം. ഇക്വാലിറ്റി നോക്കൂ, ഈക്വൽ എഴുതുന്നത് നമ്മൾ കള്ള ഓൺ ദി ലൈനാണ്, അത് ഫ്രൈസോഗ്രാഫിയാണ്. ഈക്വൽ അത് തന്നെ എഴുതിയിട്ട് ടി എഴുതിയാൽ മതി, കണ്ട ഇക്വാലിറ്റി. അപ്പം ഓൺ ദി ലൈൻ എഴുതണമെന്നേ ഉള്ളൂ. ഡിസ്പാരിറ്റി ഡി സർക്ലസ് പി റേ ടി. സ്ലോഗൻ സർക്ലസ് എൽ ഗേ എൻ ഹുക്ക്. ഡാമേജ് ഡി എം ജെ. ഇവിടെ കാസ്റ്റ് കെ ടി ലൂപ്പ് അബവ് ദി ലൈൻ. അടുത്തത് റെസ്ട്രിക്ഷൻസ് റേ സർക്ലസ് ടെർ കെ ഷൻ ഹുക്ക് സർക്ലസ്, റെസ്ട്രിക്ഷൻസ്. പോവർട്ടി പി വെർ ടി, പോവർട്ടി ലെഫ്റ്റ് വെർ എഴുതണേ, പി വെർ ടി. ഇറസ്പെക്റ്റീവ് ഡൗൺവേഡർ സർക്ലസ് പി വി ഹുക്ക്. ഇത്രയും കിട്ടിയല്ലോ. ഇത്രയും വേർഡ്സ് ഇതെല്ലാം എഴുതി പഠിച്ചതിന് ശേഷം, അറിയാൻ വയ്യാത്ത വേർഡ്സൊക്കെ എഴുതി പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്പീഡ് എഴുതാവുള്ളൂ കേട്ടോ. റെഡി? ഫ്രണ്ട്സ്, ഐ ഹാവ് ഗ്രേറ്റ് പ്ലഷർ ഇൻ മീറ്റിംഗ് യു ഓൾ ഓൺ ദ ഒക്കേഷൻ of your completing the training course in this institution. You have come from various districts for the purpose of this training. You will be going back to your places and taking charge of your duties in your area. At this juncture, I think it is necessary for me to tell you some important things you will have to remember while discharging your work. As you all know, one of your duties is to see that the children of school-going age in the villages attend school without fail. It is also a fact that some parents are not willing to send their children to school even at the age of 7. You will have to meet them and convince them that educating a child is their main responsibility. You can get the cooperation of the teachers also for this purpose. If you are able to explain to the mother that her child will be looked after properly during school hours, she will send her child to school. When you visit the villages, you may come across older people who have not learned to read or write. You should tell them that it is better for them to attend the adult education centers and become literate. There is also another item of work
which you have to do in the villages under your care. It is the health care of the children. You may be aware of the fact that the children die due to many diseases that can be prevented. This happens because of the ignorance of the mothers. There are facilities to protect the children from various diseases. If prompt and timely steps are taken, they can be saved from their sufferings. It is one of your duties to educate the people in villages so that the children may not be made to suffer from diseases. There is also a need to see that the people in villages are able to get pure drinking water. In this matter, also, you can play a great role and help the people. I am sure that you will keep in mind all that I have said now. I hope that the training which you have received here will help you to perform your duties to the best of your ability. I wish you all success in your endeavor. Thank you. Ready? Start. Ladies and gentlemen, at the outset, I would like to thank you for the opportunity that has been given to me to speak on the food problem in the country. In this connection, I would like to bring to your notice that the government have been taking all necessary steps to solve the issues arising out of this problem. As you know, the people of this country generally expect that the government should continue to grant food subsidy as a matter of right, taking into consideration the needs of the people. The government are opening ration shops in rural as well as urban areas. I want to make it clear that though a large number of measures are being taken by the government, there has been a growing demand for a lot more to be done. I hope that you are aware of the fact that it is very necessary to supply food articles at subsidized rates only to those who live below poverty line. You may be surprised to know that a good portion of the subsidy is being utilized by the rich section of the people also. Of course, there are a large number of bogus ration cards among the general public. In my opinion, these have to be identified and weeded out as soon as possible. I hope you will agree with me when
I say this: in spite of all our best efforts, nature is also against us so far as rains are concerned. There has been failure of monsoon for a long time. At the same time, the drought situation on account of this is creating great problems for the government. You have to bear in mind that they have to take relief measures so far as the people living in the drought affected areas are concerned. I hope and trust that the coupon system that has been introduced recently for the issue of rice to the general public will go a long way in helping the government to cut down to a certain extent the subsidy that has been given during the last few years. As a matter of fact, the most important thing is that the people should also realize the difficulties faced by the government in that matter. I do not want to take much of your time, and I would like to conclude my speech. Once again, thanking you for this opportunity. ഒരു സ്പീഡ് കൂടി വായിക്കുവാണേ. റെഡി. My chairman and friends, I am very happy to be in your midst this morning and inaugurate the conference. Education is an important tool in the hands of a state to shape the future generation. We read about many ancient states and organized communities which had their educational policies so worked out that the children were molded into a set pattern to preserve the state or the community. In the present time, every communist state has more or less a clearly directed and stable educational policy because ideology of the state and the ruling party fundamentally remains the same, and any change in government does not matter each. In democracies, the position is different. As a result of free election, one ruling party gives place to another. The new ruling party may be committed to basically different educational objectives, or its approach to achieve the same objectives may be entirely different. The latter situation may arise quite often. If the political parties change place in quick succession, no educational policy worth the name can be evolved or implemented. This results in a lot of waste of national resources, since a melting
policy can do no good to the nation. In India, the national government has been all along quite stable, so much so that the same party had been in power for 3 decades. However, if we go through the reports of various commissions and committees on education that were set up after independence, we find that they mainly deal with the objectives of education, its structure and contents, or some current educational problems. We have not so far even settled the issue as to what type of educational system we should have. Equality of opportunity should be the watchword of educational policy. Although things are much better now than in the past, yet we know economic disparities are still such that they make a nonsense of this pious slogan of equality of opportunity. Much damage has been already done before my financial facilities come within the reach of the children of the poor sections of society. Further, many of the financial facilities are provided on caste basis. Our educational policy should now go beyond such restrictions. Poverty and not caste is the common religion of the poor. Children of all poor classes, irrespective of any caste or creed, should be enabled to have an equal rise with others. ശരി, ഓക്കെ, താങ്ക് യു.